ഞാൻ വെള്ളാപ്പള്ളിയൊന്നും ലക്ഷ്യം വെച്ചില്ല. ഞാൻ വർഗീയതയാണ് ലക്ഷ്യം വെച്ചത്. താങ്കളെ വെള്ളാപ്പള്ളി എന്തുകൊണ്ടാണ് നിരന്തരം ലക്ഷ്യം വെച്ചത്? അതെനിക്കറിയത്തില്ല. അദ്ദേഹം പണ്ടും എനിക്കെതിരായി സംസാരിച്ചിട്ടുണ്ട്. അതെനിക്കറിയത്തില്ല. ഞാൻ വർഗീയവാദി എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു വർഗീയത പറയരുത്. നിങ്ങൾ പറയാം വർഗീയത പറഞ്ഞില്ലേ, പച്ചയ്ക്ക് വർഗീയത പറഞ്ഞില്ലേ, അത് പറയരുത്. അത് ആര് പറഞ്ഞാലും പറയും. നിങ്ങൾ എൻ്റെ ചരിത്രം പരിശോധിച്ചു, ഞാൻ ആര് പറഞ്ഞാലും ഞാനത് പരിശോധിച്ചിട്ടുണ്ട്. SNDP NSS തമ്മിൽ ബന്ധം വേർപെടുത്ത ലീഗിന് എന്ത് റോളാണ്? ഞാൻ എന്തിനാ ലീഗിനെ വലിച്ചെടുക്കണേ? മുസ്ലിം ലീഗ് ഞങ്ങളുടെ UDF പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയാണ്. SNDP NSS തമ്മിലുള്ള ഐക്യം ലീഗിന് എങ്ങനെ തകർക്കാൻ പറ്റുക? പറയുന്നില്ല. എന്താ മുഖ്യമന്ത്രിയുടെ ലീഗ് എങ്ങനെയാണ് SNDP NSS തമ്മിൽ യോജിക്കുന്നതിന്റെ അടുത്ത് ലീഗിന് എന്ത് റോളാണ്? വെള്ളാപ്പള്ളി പ്രതികരണങ്ങളൊക്കെ നടത്തുന്നതെന്ന് ആണ് പറഞ്ഞു. പറഞ്ഞത് താങ്കൾ ലീഗിന്റെ നാവായി മാറും, താങ്കളുടെ ശബ്ദം മുസ്ലിം ലീഗിന്റേതാണ് എന്നാണ്. അല്ല, മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെ ഒക്കെ ശബ്ദം ഒന്ന് തന്നെ. ടീം UDF ആണ്, ഒറ്റ ശബ്ദമാണുള്ളത്. ശരിയാണ്, അത് അംഗീകരിക്കുന്നു. ഇപ്പോ ഈ NSS SNDP ഐക്യം ആഹ്വാനം ചെയ്തുകൊണ്ട് വെള്ളാപ്പള്ളി നടത്തുന്ന ഒരു നീക്കമുണ്ടല്ലോ, ആ നീക്കത്തെ എല്ലാവരും ഒന്നിക്കട്ടെ, ആരും തെർക്കിച്ച് നിൽക്കണ്ടെന്നാണ് ഞങ്ങളുടെ ഇത്. എല്ലാവരും വഴക്കിടണ്ട, ആരും വഴക്കിട്ട് ചേരി തിരിഞ്ഞൊന്നും നിൽക്കണ്ടെന്ന്. എല്ലാവരും ഒരുമിച്ച് നിന്നോട്ടെ. ഒരുമിച്ച് നിൽക്കുന്നത് നല്ല സന്ദേശമല്ലേ? വേണ്ടിയിട്ടാണോ ഈ നീക്കം നടത്തുന്ന വെള്ളാപ്പള്ളി? അല്ല, ഞാനത് പറഞ്ഞല്ലോ. അദ്ദേഹം ആരുടെയും ഉപകരണമായി മാറരുത്. CPM-ഉം BJP-യും സംഘപരിവാറും വ്യാപകമായി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വർഗീയത പ്രചരിപ്പിക്കുകയാണ് കേരളത്തിൽ. മതേതര കേരളത്തിലുള്ള വെല്ലുവിളിയാണ് അവർ രണ്ടുപേരും. അവരുടെ ഉപകരണമായി അദ്ദേഹം മാറരുത്. കാരണം ശ്രീനാരായണീയ പ്രസ്ഥാനത്തിൻ്റെ നേതാവ് അവരുടെ ഉപകരണമായി മാറരുത്. അത്രയും ഞാൻ പറഞ്ഞില്ല. അല്ലാതെ ഞാനെന്താ അദ്ദേഹത്തിനെതിരെ വ്യക്തിപരമായി മുസ്ലിം സമുദായം ഇല്ല. അദ്ദേഹം പറയുന്നത് ഞങ്ങൾക്ക് എന്തിനാ ആശങ്ക? ഞങ്ങളുടെ കൂടെ ജനങ്ങളുണ്ട്. മതേതര കേരളം ഞങ്ങളുടെ കൂടെ നിൽക്കും. കേരളത്തിലെ മുഴുവൻ ആളുകളും മതേതരവാദികളാണ്. കുറേ സമുദായ നേതാക്കന്മാരും കുറേ രാഷ്ട്രീയ നേതാക്കന്മാരും കൂടി ഇറങ്ങിയിട്ടാണ് ഇവരെ കമ്മ്യൂണലാക്കണം. ഞങ്ങൾ അവരുടെ കൂടെയാണ്. ഞങ്ങൾ മതേതര ജനത ഞങ്ങളുടെ കൂടെയാണ്. ഒരു ധ്രുവീകരണത്തിനുള്ളൊരു ശ്രമമാണോ ഇപ്പോൾ വെള്ളാപ്പള്ളി നടത്തുന്നത്? അല്ല, അതൊന്നും ഞാൻ പറയുന്നില്ല. അതൊന്നും അങ്ങനെയൊന്നും നടത്താൻ പറ്റില്ല. കേരളത്തിലെ മതപരമായി ജനങ്ങളെ ഭിന്നിപ്പിച്ച് വിദ്വേഷ പ്രചരണം നടത്തി ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ പറ്റില്ല. അതിനെ പ്രതിരോധിക്കാൻ കോൺഗ്രസ് ഉണ്ടാവും, UDF ഉണ്ടാവും, ഒരു സംശയം വേണ്ട. ആ ജോലിയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾ വിദ്വേഷ പ്രചരണത്തിനെതിരായിട്ടുള്ള ഉറച്ച നിലപാട്, മതേതരത്വത്തിന് വേണ്ടിയിട്ടുള്ള വെള്ളം ചേർക്കാത്ത നിലപാട് ഉറച്ചു നിൽക്കും. ആര് സംസാരിച്ചാലും ചെയ്യരുതെന്ന് പറയും. അതൊക്കെ ഇതിനു മുമ്പും പറഞ്ഞല്ലോ. ഇന്ന് പുതിയ മുദ്രാവാക്യമൊന്നും അല്ലല്ലോ. ഇതിനു മുമ്പൊക്കെ പറഞ്ഞിട്ട് ഇത് എവിടെ നിൽക്കുന്നത്? ഇവരെല്ലാം നവോത്ഥാന പ്രസ്ഥാനം ഉണ്ടാക്കി. എന്തോരം നവോത്ഥാനമാണ് ഇവരെല്ലാവരും കൂടി നടത്തിയത്. ഇതൊക്കെ നമ്മൾ കേട്ട് പരിചയിപ്പിച്ച സംഭവങ്ങളാണ്. ഇവർക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. വിദ്വേഷ പ്രചരണം നടത്തുന്ന എല്ലാവർക്കും കേരളം ചുട്ട മറുപടി കൊടുക്കും. ചുട്ട മറുപടി. ഞാനത് എൻ്റെ 2016 എൻ്റെ അനുഭവമാണ്. എല്ലാ വർഗീയ ശക്തികളും വന്ന് എന്നെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് വ്യാപകമായ വർഗീയ പ്രചരണം നടത്തിയപ്പോൾ ജനങ്ങൾ കൊടുത്ത മറുപടിയാണ്. ഞാൻ പന്നിയൻ രവീന്ദ്രനെ തോൽപ്പിച്ചപ്പോൾ 11,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായല്ലോ 2011. 2016 എനിക്ക് 20,000. അന്ന് ട്രെൻഡാണ്, LDF ട്രെൻഡാണ്. എൻ്റെ ഭൂരിപക്ഷം 11 നിന്ന് 20 കാരണം ജനങ്ങൾ സെക്കുലറാണ്. അവർ ചീത്തയാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി ഇറങ്ങണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലല്ല, ഞാൻ ലീഡർഷിപ്പിന് നിൽക്കുന്ന ആളല്ലേ. എൻ്റെ നിലപാട് പാർട്ടി നിലപാടല്ലേ. വർഗീയതയ്ക്കെതിരായി രാഹുൽ ഗാന്ധിയുടെ നിലപാടല്ലേ. രാഹുൽ ഗാന്ധി എന്തിനു വേണ്ടിയിട്ടാണ് ഫൈറ്റ് ചെയ്യണത്? രാഹുൽ ഗാന്ധി ആർക്കെതിരെയാണ് ഫൈറ്റ് ചെയ്യണത്? രാഹുൽ ഗാന്ധി ധീരതയോടുകൂടി കോംപ്രമൈസ് ചെയ്യാതെ ഫൈറ്റ് ചെയ്യുന്ന ആർക്കെതിരെയാണ് ഫൈറ്റ് ചെയ്യുന്നത്? വർഗീയതയ്ക്കെതിരായിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്.